ഹായ്. സോ ഇന്ന് നമ്മൾ ഹൈദരാബാദിലെ വെരി ഫേമസ് ആയിട്ടുള്ള ഒരു ഫോർട്ടാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്, വിച്ച് ഈസ് ദി ഗോൽക്കൊണ്ട ഫോർട്ട്. സോ വെൽക്കം ടു ഗോൽക്കൊണ്ട ഫോർട്ട്. Welcome to the majestic Golconda Fort, a place where time stands still and history whispers through every stone. Built in the 13th century and rising proudly near Hyderabad, this ancient fort was once the heart of a flourishing kingdom and the home to the world's most precious diamonds, including the famous Kohinoor. As I walk through these giant gates and echoing halls, I can feel the stories of kings, queens, and warriors who once ruled these lands. From the breathtaking view at the top to the genius acoustic system that still amazes visitors, Golconda is not just a monument, it's a marvel. Come with me as we climb, explore, and relive the glory of Golconda, one step at a time. സോ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് ഉണ്ടോ, ആ പോയിന്റിന്റെ നേരെ താഴെ വന്നിട്ട് ക്ലാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്കോ നമുക്ക് തിരിച്ചു കേൾക്കാൻ പറ്റും. ഇപ്പൊ പണ്ട് കാലത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതായത് ഇപ്പം പെട്ടെന്നൊരു യുദ്ധമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾക്ക് അടുത്ത ബിൽഡിങ്ങിൽ നിൽക്കുന്ന ആൾക്ക് ആ ഒരു ഹിന്റ് കൊടുക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ക്ലാപ്പ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ പുറകിലുള്ളൊരു ഐഡിയോളജി. അപ്പം ഈ ഇത്രയും ക്രൗഡ് ആയാലും വലുതായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, എന്നാലും കുറച്ചൊക്കെ ഈ ബാക്കിൽ നിന്ന് ആൾക്കാർക്ക് ട്രൈ ചെയ്യാനായിട്ട് കേൾക്കാൻ പറ്റും. അതായത് ഇവിടെ ക്ലാപ്പ് ചെയ്യുമ്പോൾ അപ്പുറത്തോട്ട് പോയി കിട്ടും. Has a special memory. Back in 2019, COVID സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി we visited this place before. അപ്പം this is not the first time I'm coming to Golconda Fort, by the way. This is second time. അപ്പം അന്ന് ഞങ്ങൾ വന്നപ്പോൾ there's a photograph. ഞാൻ അവിടെ നിൽക്കുന്നതിൻ്റെ ബൈ എനി ചാൻസ് ആ ഫോട്ടോ ഇട്ടുകൊണ്ട് ഞാൻ അതും കൂടി അറിയാം ദെൻ ആൻഡ് നൗ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ പെട്ടെന്ന് വന്നപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. സോ 1843 ബിൽഡ് ചെയ്ത ഈ ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ ആദ്യത്തെ പേര് ഗോൽക്കൊണ്ട ഫോർട്ട് എന്നല്ലായിരുന്നു കേട്ടോ. ഇതിന്റെ പേര് മംഗൽ ഫോർട്ട് എന്നായിരുന്നു. മംഗൽ ഫോർട്ട് ആദ്യം ഇനിഷ്യലി ഇങ്ങനത്തെ ഈ റോക്ക് ഇതിലൊന്നും അല്ല ബിൽഡ് ചെയ്തത്. ഇതിന്റെ മെയിൻ പാർട്ട് ബിൽഡ് ചെയ്തിരുന്നത് മഡിലായിരുന്നു. മറ്റേ കളിമണ്ണുണ്ടായി, അത് വെച്ചിട്ടായിരുന്നു ഇതിന്റെ ഏതോ ഒരു പോർഷൻ. ആ പോർഷൻ എവിടെ നമുക്കറിയില്ല, ബട്ട് ഇനിഷ്യലി ബിൽഡ് ചെയ്തപ്പോൾ മഡ് വെച്ചിട്ടുള്ള ഒരു ഫോർട്ടായിരുന്നു ബിൽഡ് ചെയ്തിരുന്നത്. ആൻഡ് ദി നെയിം വാസ് മംഗൽ. ഗോൽക്കൊണ്ടയുടെ ചരിത്രം സാക്ഷാൽ കല്ലിൽ കുത്തിയ കുറിപ്പുകൾ പോലെയാണ്. പണ്ട് കാലത്ത് കാകതീയ വംശജരായ കാകതീയ രാജാക്കന്മാരാണ് 13ാം നൂറ്റാണ്ടിൽ പാറമേൽ ഗോൽക്കൊണ്ട ഫോർട്ട് നിർമ്മിച്ചത്. പിന്നീട് ബഹമനി സുൽത്താൻമാരും അതിനുശേഷം കുതുബ് ഷാഹികളുമായാണ് ഈ കോട്ടയുടെ ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റം നടത്തിയത്. കുതുബ് ഷാഹികൾ ഈ കോട്ടയെ അവരുടെ തലസ്ഥാനമാക്കി മാറ്റി. ഇവരുടെ ഭരണകാലത്താണ് കോട്ട ഏറ്റവും ശക്തിയും ശോഭയും നേടിയത്. ഞാൻ മുന്നേ കാണിച്ചതുപോലെ കൈയടിക്കുമ്പോൾ മറ്റുള്ള ഭാഗത്തേക്കും ശബ്ദം എത്തുന്ന രീതിക്കുള്ള അക്വസ്റ്റിക് സിസ്റ്റം ഉപയോഗിച്ച് ഗേറ്റ് വേയിൽ ഒരാൾ കൈ തട്ടുമ്പോൾ അതിന് ശബ്ദം മൈലുകൾ ദൂരെയുള്ള രാജമന്ദിരത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വളരെ അത്ഭുതകരമാണ്. കോട്ടയുടെ ചുറ്റും ദൃശ്യമാകുന്ന പാതയുടെ മതിൽ ഏകദേശം 11 കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. അതിൽ 8 ഗേറ്റുകളും 87 ബാസ്റ്റനുകളുമുണ്ട്. ഇവയിൽ പലതും അന്നത്തെ ആയുധ സംഭരണികളായിരുന്നു എന്നത് ചരിത്രമാണ്. ഇവിടെ കിണറുകളിൽ നിന്ന് മേലോട്ടുള്ള ഗോപുരങ്ങളിൽ വരെ വെള്ളം എത്തിക്കുന്ന ഒരു ജലവാഹിനി സംവിധാനവുമുണ്ട്. ഇതിനായാണ് ഗോൽക്കൊണ്ടയിലെ കുറേ ടാങ്കുകളും തോട്ടുകളും പണിതത് തന്നെ. ഇതൊക്കെ ചേർന്നാണ് ഗോൽക്കൊണ്ട വെറും ഒരു കോട്ടയല്ല, ഒരു സാങ്കേതിക അത്ഭുതമായി മാറുന്നത്. ശരിക്കും ഈ ഫോർട്ട് നോക്കുമ്പോൾ ഇത് എത്ര ഇയേഴ്സ് ഓഫ് ടൈം എടുത്തിട്ടായിരിക്കും ഇവർ ബിൽഡ് ചെയ്തെന്നുള്ളതാണ് കേട്ടോ. കാരണം ഓരോ റോക്കും ഓരോ പീസസായിട്ട് ഇങ്ങനെ വെച്ചാണ് പണിതിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മൊത്തം സൈസ് എത്രയാണെന്നുള്ളത് കണ്ടിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം എത്ര നാളുകൊണ്ടായിരിക്കും ഈ ഫോർട്ട് പണിതത്, അത് പണിത് കഴിഞ്ഞിട്ട് എത്ര കാലം ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളത്.
സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ, കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അതും അതിൻ്റെ ആ ഒരു ചുമ്മാ പണ്ട് കാലത്തെ അതാണ് എന്നെ എപ്പോഴും ഈ ഫോർട്ട്സും അല്ലെ പഴയ മോണിമെന്റ്സ് അല്ലെങ്കിൽ പഴയ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എന്നെ എപ്പോഴും വണ്ടർ എടുപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ പണ്ട് കാലത്തെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനസ്റ്റ് വേർഷൻ ഓഫ് ആർക്കിടെക്ചർ അങ്ങനെയൊന്നും ഇല്ലായിരിക്കും എന്ന് നമുക്ക് തോന്നും. ബട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഓരോ മുക്കും മൂലയും എത്ര ഫൈനസ്റ്റ് ആയിട്ടാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നുള്ളതാണ്. അതായത് മെഷർമെൻ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ഓരോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നുള്ളതാണ്. റിയലി അമേസിങ്. കാരണം ഇതുപോലത്തെ ഒന്നോ രണ്ടോ സാധനങ്ങളല്ല, ഏക്കേഴ്സ് ഓഫ് ഈ ബിൽഡിംഗ് ഇങ്ങനെ ഈ ഒരു ഫോർട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ദ എഫേർട്ട് ആൻഡ് ദി അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ആർക്കിടെക്ട് ഹൂ എവർ ഇറ്റ് ഈസ്, അവരുടെ എഫേർട്ട് എന്താണെന്നുള്ളത് ട്രൂലി ഗ്രേറ്റ്ഫുൾ. സോ ഈ ഫോർട്ടിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് എനിക്ക് തോന്നുന്നു ഹൈദരാബാദിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള സ്ഥലത്തായിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ ഇതിന് മുന്നത്തെ സൈഡിൽ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ എൻറ്റയർ ഹൈദരാബാദ് സിറ്റി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടോ, കുറച്ച് ബ്ലറാണ്, ബട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഈ സിറ്റി ഹൈദരാബാദ് ഫുള്ള് കാണാൻ പറ്റും, ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കൊന്ന് യുദ്ധമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു വ്യൂ കിട്ടുമല്ലോ, താഴെ നിന്ന് ആൾ കയറി വരുന്നത്. മേ ബി അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം ഇത് വീണ്ടും ഹൈറ്റിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങ് അവിടം വരെ എത്തണം, അപ്പോഴാണ് എൻ്റെ ഏറ്റവും ടോപ്പ് എത്തുക. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു 75% കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടിയത്. താഴെ കയറി വരുമ്പോഴേ ഇത് കാണാൻ പറ്റില്ല. ഈ പോർഷനിൽ എത്തുമ്പോൾ ഒരു പകുതി എത്തുമ്പോഴാണ് ഈ ഒരു സിറ്റി വ്യൂ കിട്ടുന്നത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങ് ബാക്കിലോട്ട് കുറേ കാണാൻ പറ്റും, ബട്ട് ക്യാമറയിൽ എത്ര കിട്ടുന്നുള്ളൂ. സോ ഫൈനലി നമ്മൾ നടന്ന് ഇത്രയും സ്റ്റെപ്സ്, എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് അറിയില്ല, കുറേ തൗസൻഡ്സ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. അതും ഈസിലി എടുത്തു വെക്കാൻ പറ്റുന്ന രീതിക്കാണ്, നല്ല ഹൈറ്റുള്ള സ്റ്റെപ്സ് ആണ്. അങ്ങനെ സംഭവം അത് കയറി ഏറ്റവും ടോപ്പിലെത്തി. ഏറ്റവും ടോപ്പിലെത്തുമ്പം നമുക്കൊരു മുസ്ലിം, ഒരു മുഗൾ അങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ ആണെങ്കിലും ഐ വാസ് എക്സ്പെക്ടിങ് എ മോസ്ക് ടു ബി ദയർ. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് എ മോസ്ക് ഇവിടെ ഉള്ളൊരു കാളി ടെമ്പിൾ ആണ് എൻ്റെ ഏറ്റവും മുകളിലുള്ളത്. അപ്പം ഇവിടെ ടോപ്പിലെത്തി കഴിയുമ്പോൾ ഇതും കൂടി ഉള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കുറച്ചുകൂടി മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഒരു മോസ്കിൻ്റെ ഷേപ്പുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. മേ ബി അതിൻ്റെ ഏറ്റവും അറ്റത്തെ വലിയ കൺസ്ട്രക്ഷനും ആയിരിക്കാം. ബട്ട് അതും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ ടൈം നമുക്കില്ല. നമ്മൾ ഡ്രൈവർ ഓൾറെഡി വിളിച്ചു, 1:30 നമ്മൾ എയർപോർട്ടിൽ ചെല്ലുന്നുണ്ട്. സോ വി ആർ വൈൻഡിങ് അപ്പ് ദിസ് ഗോൽക്കൊണ്ട ഫോർട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന സംഭവം ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. എനിക്ക് ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഞങ്ങൾ ഇവിടം വരെ എത്തിയിട്ടില്ലായിരുന്നു, ഇതിന് കുറച്ച് താഴെ വരെ എത്തിയില്ല. കാരണം നമുക്ക് നടന്ന് കയറാൻ ഭയങ്കര കുഴപ്പം. ഒന്നാമത് ഭയങ്കര ഹെവി വെയില, പിന്നെ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവും, ഭയങ്കര ക്ഷീണം. അതുകൊണ്ടൊക്കെ ദിസ് ടൈം ഇതുവരെ എത്താൻ പറ്റി. ഇനി മോട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത തവണ വരുവാണെങ്കിൽ നമുക്ക് കയറി കാണാം. അപ്പോൾ ദിസ് ഈസ് ഗോൽക്കൊണ്ട ഫോർട്ട് ഹൈദരാബാദ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഡു വിസിറ്റ്. നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാനും അങ്ങനത്തെ ഒരു ഫീൽ കിട്ടാനും ഇവിടെ വരുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ വീട്ടിൽ പോയിട്ട് വേണം ഗൂഗിൾ ചെയ്ത് നോക്കാൻ. ഇവിടെ വരുന്നതിന് മുന്നേ ഒന്നും നോക്കിയില്ല. സോ കൂടുതൽ സംഭവങ്ങളൊക്കെ ആയിട്ട്
ഇനി അടുത്തൊരു വീഡിയോ ആയിട്ടോ ഐ വിൽ ബി കമിങ് ബാക്ക്. ടിൽ ദെൻ ബൈ. When we start to short, we start to crave. Oh, I pray the Lord to free me. I've fallen for a day love that anywhere couldn't be. I've been searching for the light that could just. So after this Hyderabad trip, we are going back to Trivandrum. Air India 3:30 flight number പോകുക. And now proceeding to the plane. And എയർ ഇന്ത്യയിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ ഇൻഡിഗോയിൽ കയറിയിട്ടുണ്ട്, ജെറ്റ് എയർവേസിൽ കയറിയിട്ടുണ്ട്, ബട്ട് എയർ ഇന്ത്യയിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്നത്. അപ്പം ഇന്ന് ലെറ്റ്സ് സീ എയർ ഇന്ത്യയുടെ എങ്ങനെയുണ്ട് ഇവരുടെ പരിപാടി നോക്കാം. Some journeys end too soon, and some goodbyes are never spoken. We remember the souls lost in the Ahmedabad flight crash. Lives full of dreams, love, and promise taken in a tragic moment. To their families and loved ones, we grieve with you. Their memories live in our hearts. Let this be a reminder to hold your dear ones close, to love deeply while we still can. May they rest in peace.